അപ്പോ നിങ്ങള് നമ്മുടെ മൂഡിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ. 300, ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോ നമ്മുടെ ആക്ച്വലി നമുക്ക് ആഴ്ചയില് 6 hours ആണുള്ളത്. അപ്പൊ ഈ ടൈം ടേബിൾ മാറിയിട്ടുണ്ട് ഒന്നുകൂടെ. ഇത് ഫൈനൽ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉള്ളത് തിങ്കളും ചൊവ്വയും ബുധനും, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 3 ദിവസം 2 hour വെച്ചിട്ടാണുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഓൺലൈൻ ആയിട്ട് ലൈവ് ക്ലാസ് ഉണ്ടാവും. പിന്നെയുള്ള മറ്റ് 2 ദിവസങ്ങളിൽ ഓരോ അവർ വെച്ചിട്ട് ഞാൻ അക്ഷയ് ദേവരാജ് അക്ഷയ് ദേവരാജന്റെ നമ്പർ എത്രയാ? അക്ഷയ് 27. 27. 87. ഓക്കെ 87. Okay. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്യൂസ്ഡേയും വെനസ്ഡേയും ഞാൻ യൂട്യൂബ് ലിങ്ക് അപ്ലോഡ് ചെയ്യാം നമ്മുടെ മൂഡില്. അപ്പൊ നമ്മൾ ആക്ച്വലി ആഴ്ചയിൽ 3 hour ആകുന്നുള്ളൂ. ബാക്കി 3 hour ഞാൻ മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ തിങ്കളാഴ്ച ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യും. അത് ആക്ച്വലി നമ്മുടെ സെക്കൻഡ് അവറിന് വേണ്ടിയിട്ടുള്ളതാണത്. അതുപോലെ ചൊവ്വാഴ്ച ഒരു യൂട്യൂബ് ലിങ്കും അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ബുധനാഴ്ചയും ഒരു യൂട്യൂബ് ലിങ്കും മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൂഡിൽ കയറിയിട്ട് അത് വ്യൂ ചെയ്താൽ മാത്രമേ ഇവിടെ അറ്റൻഡൻസ് നോട്ട് ആവുള്ളൂ മൂഡില്. അപ്പൊ അത് ആ ദിവസം തന്നെ നിങ്ങൾ വ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് ഇവിടെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ഇത്തരം ദിവസമുള്ള, അതായത് ഇപ്പൊ നമ്മൾ ഇന്ന് വരെയുള്ള അറ്റൻഡൻസ് ഞാൻ നാളെ നോട്ട് ചെയ്തോളാം. അതായത് ഇന്നും കൂടി, അതായത് ഇന്ന് തന്നെ എല്ലാ മെറ്റീരിയൽസും എല്ലാവരും തുറന്നു നോക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു. ഒരു മിനിറ്റ്, ഒരുപാട് ടെസ്റ്റിൽ പറയുന്നുണ്ടല്ലോ. 334. അപ്പോ നിങ്ങൾ ആ ദിവസം, അതായത് നമ്മൾ അത് ആക്ച്വലി 1 മണിക്കൂറിന്റെ ക്ലാസ്സിന്റെ പകരമാണ് ഒരു മൊഡ്യൂൾ, അതായത് മെറ്റീരിയൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ആ സമയത്തല്ല, ആ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണം. സോറി, നോട്ട് അപ്ലോഡ് ചെയ്യല, നിങ്ങൾ അത് വ്യൂ ചെയ്യണം. പിന്നെ ഈ സൈറ്റിന്റെ മൂഡിന്റെ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ദിവസങ്ങളിൽ ഇന്ന് മൂഡിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഗൂഗിൾ മീറ്റ് അയച്ചത്. ആ പ്രശ്നമുള്ള ദിവസങ്ങളിൽ പിറ്റേ ദിവസം വ്യൂ ചെയ്താൽ മതി. അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ പ്രശ്നമുള്ള ദിവസം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പ്രശ്നമില്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങളത് വ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് ബുദ്ധിമുട്ടാവും. അപ്പൊ അത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാണ്. അപ്പൊ നമ്മള് ഇക്വാലിറ്റി പറഞ്ഞു, ലിബർട്ടി പറഞ്ഞു, ലോ പറഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇനി ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് ഡ്യൂട്ടി, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ തീരും. അപ്പോ ഇന്ന് ജസ്റ്റിസ് പരമാവധി ഇന്ന് തന്നെ തീർക്കാം. അത്ര ചെറിയൊരു കോൺസെപ്റ്റ് ആണ്, അധികം ഒന്നും സംസാരിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നാളെ എങ്ങാനുമായിട്ട് നമുക്ക് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് തീർക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ഫസ്റ്റ് മൊഡ്യൂള് നമുക്ക് തീർക്കണം. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത്, ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദ വേർഡ് ജസ്റ്റിസ് ഈസ് ഡിറൈവ് ഫ്രം ദ വേർഡ് അഡ്മിറ്റ് ആയോ? ജുനൈദിന്റെ നമ്പർ എത്രയാ? ജുനൈദ്, ഓക്കെ, അവസാനം പറഞ്ഞാൽ മതി. അപ്പോ ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ഫ്രം ദ വേർഡ് ജസ്റ്റീഷ്യ. ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് അത് ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അർത്ഥമായിട്ട് ജോയിനിങ്, അതല്ലെങ്കിൽ ഫിറ്റിംഗ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്
പൊളിറ്റിക്കൽ സയൻസിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ജസ്റ്റിസ്. കാരണം നമ്മൾ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടോ, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇനി MAക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ അത്രത്തോളം ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് നന്നായി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. It is primarily a problem of discovering the right course of action and is opposed to what is unjust or unreasonable. അതായത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് എന്താണ്. ആക്ച്വലി നമുക്കൊരു ക്ലിയർ കട്ട് ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ജസ്റ്റിസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ബ്രോഡ്ലി നമുക്ക് പറയാൻ പറ്റും റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് ശരിയായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിനെ നമ്മൾ ജസ്റ്റിസ് എന്ന് പറയാം. ഓപ്പോസിറ്റ് വാട്ട് ഈസ് അൺജസ്റ്റ് ഓർ അൺറീസണബിൾ. ഇങ്ങനെ നമുക്ക് വളരെ ബ്രോഡ്ലി അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ട് മാത്രമേ നമുക്ക് ജസ്റ്റിസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നമ്മൾ ഇക്വാലിറ്റി ഡിഫൈൻ ചെയ്ത പോലെ ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ ജസ്റ്റിസിന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഫൈൻഡിങ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. അബ്സല്യൂട്ട് ട്രൂത്ത് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ജസ്റ്റിസ് എന്ന് പറയാം. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് അബ്സല്യൂട്ട് ട്രൂത്ത് കണ്ടെത്തുക. ഇപ്പോ എന്റെ അബ്സല്യൂട്ട് ട്രൂത്ത് ആയിരിക്കില്ല നിങ്ങളിൽ ഒരാളുടെ അബ്സല്യൂട്ട് ട്രൂത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അബ്സല്യൂട്ട് ട്രൂത്ത്. ഓരോ ആളുകളും ഈ അബ്സല്യൂട്ട് ട്രൂത്ത് ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്, വാട്ട് ദേ കൺസിഡർ ആസ് അബ്സല്യൂട്ട് ട്രൂത്ത്, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ആൻഷ്യന്റ് അല്ലെങ്കിൽ ഒരു മിഡീവൽ പീരിയഡിലെ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് ആയിട്ട് കണക്കാക്കിയ ഒരു സംഭവം ആയിരിക്കില്ല ഇപ്പൊ നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്ത് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ കോൺഷ്യസ്നെസ്. സോഷ്യൽ കോൺഷ്യസ്നെസിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഏൻഷ്യൻ ടൈമിൽ എന്തായിരുന്നു, ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെയധികം നേരോ ആയിരുന്നു. പിന്നെ ആളുകള് ഈ സമയത്തിനനുസരിച്ച്, അതായത് കാലഘട്ടം മാറുന്നതനുസരിച്ച്, ടൈം അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് ആളുകളുടെ സോഷ്യൽ കോൺഷ്യസ്നെസ് അല്ല അവര് സോഷ്യലി ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയി, പൊളിറ്റിക്കലി അഡ്വാൻസ്ഡ് ആയി, ആളുകളുടെ മെന്റാലിറ്റിയിലെല്ലാം ഒരുപാട് പുരോഗതി ഉണ്ടായി. ഇതിനനുസരിച്ച് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഒന്നുകൂടി വൈഡായി, ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയി, ഇൻക്ലൂസീവായി. ഇൻക്ലൂസീവായി എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഡൈനാമിക് ആണ്. ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം തിങ്കേഴ്സിന്റെ ഇടയിൽ ആദ്യമായിട്ട് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം എഴുതിണ്ടായി പ്ലേറ്റോ. റിപ്പബ്ലിക് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ ജസ്റ്റിസ് എന്നാണ്. അല്ല നമ്മുടെ ഇപ്പോ ഇംഗ്ലീഷിലുള്ള റിപ്പബ്ലിക് അല്ല, ജസ്റ്റിസ് എന്ന അർത്ഥമുള്ള റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം എഴുതിണ്ടായി. ആ പുസ്തകത്തില് കാര്യമായിട്ടും പ്ലേറ്റോ ഈ എന്താണ് ജസ്റ്റിസ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ അതിൽ പ്ലേറ്റോ പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റി അദ്ദേഹം മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അദ്ദേഹം മൂന്നായിട്ട് തിരിച്ചിട്ട്, അതായത് ഒരു വിഭാഗം അവര് ഫിലോസഫർ റൂളേഴ്സ്, അതായത് റൂളേഴ്സ് ആയിരുന്നു. അവർക്ക് ഒരു 50 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് അവരെന്ത് സൊസൈറ്റി അവരാണ് ആ ഒരു സ്റ്റേറ്റ് ഭരിക്കേണ്ടത്. അവര് വളരെ ഫ്യൂ ആയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫിലോസഫർ റൂളേഴ്സ്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ലെവലിലോട് ട്രെയിനിങ്ങും 3 ടെസ്റ്റ് കഴിഞ്ഞ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ലെവലിലോട്ട് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. രണ്ടാമതായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ സോൾജിയേഴ്സ് അല്ലെങ്കിൽ ഗാർഡിയൻ ക്ലാസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗം. അതില് ആർമി അല്ലെങ്കിൽ പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് അപ്പറ്റൈറ്റ് എന്നാണ് പ്ലേറ്റോ വിളിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണക്കാരായ ആളുകള്, ബിസിനസ്സുകാര്, അതുപോലെ ആർട്ടിസൻസ്, കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു മൂന്നാമത്തെ വിഭാഗം. അപ്പോ
പ്ലേറ്റോയുടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് ഓരോരുത്തരുടെയും ബൗണ്ടറികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫിലോസഫർ റൂളേഴ്സ് ദേ ആർ എക്സ്ക്ലൂസീവ്ലി ഫോർ റൂളിംഗ്, then guardian class they are exclusively for protecting the boundaries of the state, then the third class എന്ന് പറയുമ്പോൾ like they were the people who were for protection of goods and services. എന്നിട്ട് പ്ലാറ്റോ പറയുന്നു ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ജസ്റ്റിസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ മൂന്ന് വിഭാഗം റൂളേഴ്സും സോൾജേഴ്സും ഗാർഡിയൻ അതുപോലെ തന്നെ മൂന്നാമത്തെ ആർട്ടിസൻസും അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ക്ലാസ്, ഈ മൂന്ന് ക്ലാസ്സും അവരുടെ ജോലി മറ്റു വിഭാഗങ്ങളുടെ ജോലിയിൽ ഇടപെടാതെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നതിനാണ് പ്ലേറ്റോ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈക്വൽ ആയിട്ടൊരു സിസ്റ്റം നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയിലും കാണാൻ പറ്റായി, കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ നാല് കാസ്റ്റുകളിലായിട്ട്, അതായത് ബ്രാഹ്മിൻസ് മുതൽ ശൂദ്ര വരെയല്ല ഓരോ വിഭാഗം അവരുടെ ജോലി ചെയ്യുക, അവര് മറ്റുള്ളവരെ ഇടപെടാതിരിക്കുന്ന ഒരു വർണ്ണാശ്രം സിസ്റ്റം ഇന്ത്യയിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അതെല്ലാം ഇറ്റ് വാസ് ജസ്റ്റിഫൈഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അതുപോലെ ഒരു കാലത്ത് നമുക്ക് അടുത്ത കാലത്ത് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് 2000-2500 വർഷം പഴക്കമുള്ള ഒരു ഡിസിപ്ലിൻ ആയതുകൊണ്ട് അടുത്ത കാലം എന്ന് പറയുന്നത് സ്ലേവറി ലീഗൽ ആയിരുന്നു ഒരുപാട് രാജ്യങ്ങളിലും. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റിഫൈഡ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ഇറ്റ് വാസ് ജസ്റ്റിഫൈഡ് സ്ലേവറി. അതുപോലെ വുമൺ, സ്ത്രീകൾക്ക് തുല്യാവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം എന്താണ്, ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് ഓക്കെ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. കാരണം ആ സമയത്തുണ്ടായിരുന്ന ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലിമിറ്റഡ് ആയിരുന്നു. കാരണം ആളുകളുടെ സോഷ്യൽ കോൺഷ്യസ്നെസ്സും ലിമിറ്റഡ് ആയിരുന്നു, ചുരുങ്ങിയതായിരുന്നു. പക്ഷെ കാലക്രമേണ ആളുകളുടെ സോഷ്യൽ കോൺഷ്യസ്നെസ് വളർന്നു വന്നതോടുകൂടിയാണ് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും വൈഡ് ആയിട്ട് ഒന്നുകൂടി ബ്രോഡായിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് പറയാം. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ സോഷ്യൽ കോൺഷ്യസ്നെസ് വളർന്നതോടുകൂടെ തന്നെ ഈ ഡെമോക്രസി അതുപോലെ തന്നെ സോഷ്യലിസം തുടങ്ങിയ കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ ഇറ്റ് ഗോട്ട് ഇൻ ടു പ്രാക്ടീസ്. ഇതുപോലെയുള്ള ഫാക്ടേഴ്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റിസിനെ നമ്മുടെ ഇപ്പം കാണുന്ന ലെവലിലോട്ട് എത്തിക്കാൻ. അപ്പോഴും നമുക്ക് ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ക്ലിയർ ഡെഫിനേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്രോഡായിട്ട് പറയാം, ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്. The idea of justice is primarily concerned with the general ordering of society. Raphael എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് gave a definition for justice, and he said that the idea of justice is primarily concerned with the general ordering of the society. അതായത് സൊസൈറ്റിയുടെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റി നമ്മൾ ഒരു നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സൊസൈറ്റി ലൈക്ക് to bring peace and order in the society, we need justice. If you don't have justice, there won't be order in the society, there won't be peace in the society, and it cannot function smoothly. So he gave the definition, not a definition but an implication of justice. He said that the idea of justice is primarily concerned with the general ordering of the society, said by Raphael. അപ്പൊ നമ്മൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഒരു ഡൈനാമിക് സബ്ജക്റ്റ് ആണെന്ന് ഡിസ്കസ് ചെയ്തു? ബിക്കോസ് ഇറ്റ്സ് കീപ് ഓൺ ചേഞ്ചിങ് ആൻഡ് ദ സോഷ്യൽ കോൺഷ്യസ്നെസ് ഓഫ് പീപ്പിൾ ഈസ് എവർ ഗ്രോയിങ്, ആൻഡ് വി കനോട്ട് സേ ദാറ്റ് വി ഹാവ് റീച്ച്ഡ് ദ ഫൈനൽ സ്റ്റേജ്. കാരണം നമ്മൾ കുറച്ച് നമ്മുടെ ഒന്നുകൂടിയും സോഷ്യൽ കോൺഷ്യസ്നെസ് ഒന്നുകൂടിയും അഡ്വാൻസ്ഡ് ആവും. അപ്പൊ ഒന്നുകൂടിയും ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒന്നുകൂടി ഇൻക്ലൂസീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഒന്നുകൂടി വൈഡ് ആയിരിക്കും. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കോപ്പ് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതില്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്? അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് റിലേറ്റഡ് ഡീലിംഗ് എമംഗ് ഹ്യൂമൻ ബീങ്. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് ദ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഡീലിംഗ് എമംഗ്സ് ദ ഹ്യൂമൻ ബീങ്സ്. അതായത് മനുഷ്യരുമായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്.
രണ്ടാമതായിട്ട് it implies impartiality of treatment and should not be any discrimination. There should not be any discrimination. അപ്പൊ ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും രണ്ടും വളരെ റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിന് ശേഷം ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് we can see that both of them are almost equal. I mean almost same. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് it implies impartiality of treatment. There should not be any impartiality or there should not be any inequality in the treatment of human beings. Everyone should be treated equally and there should not be any discrimination. There should not be any discrimination on the basis of gender, caste, sex, religion, etc. So without we should treat, or society treat everyone as equal without any discrimination. But as a third point it comes, it permits some sort of discrimination on reasonable grounds. അതായത് റീസണബിൾ ഗ്രൗണ്ട്സിന്റെ മുകളിൽ ചില ഡിസ്ക്രിമിനേഷന് ജസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത്തരം ഡിസ്ക്രിമിനേഷൻസ് ആണ് ജസ്റ്റിസ്. അത്തരം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കുന്നത് ഒരു ഇൻജസ്റ്റിസ് ആയിരിക്കും. ഉദാഹരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വാലിറ്റിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, അതല്ലെങ്കിൽ റിസർവേഷൻ കൊടുക്കുന്നത്, അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നതെല്ലാം അതൊരു ആക്ച്വലി ഡിസ്ക്രിമിനേഷൻ, ബട്ട് ഇറ്റ്സ് കോൾഡ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഈ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ കൊടുക്കാതിരിക്കുന്നതാണ് ഇൻജസ്റ്റിസ്. അത് കൊടുക്കുന്ന ആ ഡിസ്ക്രിമിനേഷൻ കൊടുക്കുന്നത് ജസ്റ്റിസ് ആണ്. നാലാമത്തായിട്ട് എംഫസിസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഡിഗ്നിറ്റി. അതായത് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത് ആളുകളുടെ പേഴ്സണൽ ഡിഗ്നിറ്റിയുടെ മുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ലേവറിയുടെ കേസ്, അതുപോലെ തന്നെ കാസ്റ്റ് ഓപ്പറേഷന്റെ കേസിലെല്ലാം അവിടെ ഒരു ആളുകളുടെ ഡിഗ്നിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രാക്ടീസുകളായിരുന്നു സ്ലേവറിയും കാസ്റ്റ് സിസ്റ്റവും എല്ലാം. കാരണം എന്താ വെച്ചാൽ they were not considered as equal, they were not given respect in the society, they were not given the rights which were enjoyed by the other or privileged section of the society. So it is a question of dignity of human beings, whether we give them dignity or not. So justice is concerned with the personal dignity of human beings. ഇനി അഞ്ചാമത്തതായിട്ട് it is closely related to the concept of equality. നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്തു. ഇക്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ without equality there cannot be any justice, and without justice there cannot be equality. So both of them are like interrelated. പിന്നെയുള്ളത് it implies due consideration of natural limits. അതായത് മനുഷ്യന്റെ നേച്ചുറൽ ആയിട്ടുള്ള ലിമിറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ട്, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് സൊസൈറ്റിയിൽ ഉള്ള ആളുകള് ഇപ്പോ ഈ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷന്റെ കേസിൽ ഇപ്പോ നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ആളുകളുണ്ടാവും. അതവിടെ നാച്ചുറൽ ലിമിറ്റ്സ് ആണ്. അപ്പൊ അവർക്കും കൂടി പരിഗണന നൽകുന്ന രീതിയിൽ പരിഗണന നൽകുക എന്നതും കൂടി ജസ്റ്റിസിന്റെ ഭാഗമാണ്. അത് ഫൈനൽ പോയിന്റ് ഇറ്റ് ഇംപ്ലൈസ് ഡ്യൂ കൺസിഡറേഷൻ ഓഫ് നാച്ചുറൽ ലിമിറ്റ്സ്. നാച്ചുറൽ ലിമിറ്റ്സിനെ, അത് പ്രകൃതിയുടെ പരിധികളെ ഉൾക്കൊള്ളിക്കും, അത് പരിഗണിക്കണം. എന്നാലേ നമുക്ക് സൊസൈറ്റിയിൽ ജസ്റ്റിസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് പാർട്ട്, ടൈപ്സ് ഓഫ് ജസ്റ്റിസ്. ആക്ച്വലി ദർ ആർ 4 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ആണുള്ളത്: ലീഗൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്. അപ്പോ നമ്മൾ ഈ ഒരു ടൈപ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് we can find so much similarities between the concept of justice and equality. For example, the first one is legal justice. Legal justice is closely related with the concept of equality before law. That means like everyone will be equal before the law. അപ്പൊ നമ്മൾ it is closely related with analytical school. നമ്മൾ ലോ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു അനലിറ്റിക്കൽ ലോ, അതായത് പോസിറ്റീവ് ലോ, അതായത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾ. അപ്പൊ ആ ഒരു സ്കൂളുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലീഗൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ലീഗൽ ജസ്റ്റിസിൽ ലോ ഈസ് ദ ചീഫ് ഇൻസ്ട്രുമെന്റ് ഓഫ് ജസ്റ്റിസ്, വിത്തൗട്ട് വിച്ച് ജസ്റ്റിസ് ഈസ് നോട്ട് പോസിബിൾ. ലീഗൽ
സ്കൂൾ ഓഫ് ജസ്റ്റിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോ ആണ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറിലി വേണ്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ലോ ആണ്. വിത്തൗട്ട് ലോ വി കനോട്ട് ഹാവ് ജസ്റ്റിസ് ആൻഡ് വിത്തൗട്ട് ലോ ജസ്റ്റിസ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ജസ്റ്റിസിന്റെ ഒരു പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആണ് ലോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതിൽ പറയുന്നത് ദർ മസ്റ്റ് ബി ജുഡീഷ്യൽ ഓർ സെമി ജുഡീഷ്യൽ ബോഡീസ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ്. So, by merely having laws, we cannot ensure justice. There should be judicial or semi-judicial bodies to enforce laws. അതായത് ഈ നിയമങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ അവിടെ കോടതികൾ അല്ലെങ്കിൽ സെമി ജുഡീഷ്യൽ ബോഡീസ് വേണം. അതായത് ഇതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് ജുഡീഷ്യറി. Because obviously there will be conflict among the individual as well as groups regarding the laws. I mean on the laws. So we need to have certain bodies to resolve the conflict between individuals or different parties in the society. So it is also very important. And the third one, it is connected with punishment. The legal concept of justice, legal school of justice is very much connected with the concept of punishment. കാരണം punishment ഇല്ലെങ്കിൽ we cannot enforce law in the society. So there should be punishment in the society for those who breach the laws, and there should not be any discrimination before the law. Everyone should be treated equally, and punishment should be same for same crime, and it should be same for everyone. അതിലെ കാര്യമായിട്ട് രണ്ട് പ്രൊപ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് ആയിട്ടുള്ള ജോൺ ഓസ്റ്റിനും അതുപോലെ തോമസ് ഹോബ്സ്. ഈ രണ്ട് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ് ലീഗൽ സ്കൂൾ ഓഫ് ജസ്റ്റിസിന്റെ മെയിൻ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് ജോൺ ഓസ്റ്റിനും തോമസ് ഹോബ്സും. പിന്നെയുള്ള രണ്ടാമത് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആക്ച്വലി നമ്മൾ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഡിസ്കസ് ചെയ്ത സമയം നമ്മൾ അതും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എവറി മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഷുഡ് ബി ഗിവൺ ആൻ ഈക്വൽ ചാൻസ് ഫോർ ഫെയർ ആൻഡ് ഫ്രീ പാർട്ടിസിപ്പേഷൻ ഇൻ ദ പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ പബ്ലിക് ഓഫീസുകളിലോട്ട് കണ്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ സിവിൽ സർവീസ്, അതുപോലെ ഗവൺമെന്റ് ജോബ്സിന് എല്ലാവർക്കും എവരിവൺ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസിൽ പറയുന്നത്. അതായത് അല്ലാത്ത പക്ഷം പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ടാവില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ ഡിക്റ്റേറ്റർഷിപ്പുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജഭരണ രാജ്യങ്ങളിലെല്ലാം, even we can say communist China also, we cannot say that they have got justice in their country, because the people of those countries, they don't have political rights or they have not given the rights to participate in the public affairs of the state. So hence we can say they don't have political justice in those countries. അപ്പോൾ രാജ്യത്തെ എല്ലാ ജനങ്ങളും അവർക്ക് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും പൊളിറ്റിക്കൽ അഫയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടാകുന്ന സമയത്താണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ടാകുന്നത്. പിന്നെയുള്ളത് മൂന്നാമതായിട്ടുള്ളത് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസും സോഷ്യൽ ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇറ്റ് പ്രാക്ടിക്കലി കവേഴ്സ് എവറിത്തിങ് ദാറ്റ് പ്രൊമോട്ട്സ് ജനറൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അതായത് സമൂഹത്തിന്റെ ജനറൽ ആയിട്ടുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പൊ ഈ ഒരു പ്രൊവിഷനിലാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ വന്നത്. കാരണം വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി, അതായത് സമൂഹത്തിലെ വീക്കായുള്ള സെക്ഷൻസ് നമ്മൾ പ്രത്യേക പരിഗണന അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ
അവർക്ക് സമൂഹത്തിന് മെയിൻ സ്ട്രീമിലോട്ട് വരാൻ കഴിയില്ല. അവർക്ക് ഒരു സ്പെഷ്യൽ ഒരു പരിഗണന കൊടുക്കണം, ഒരു സ്പെഷ്യൽ പുഷ് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് സ്റ്റേറ്റ് ഷുഡ് എൻഷുർ പ്രൊട്ടക്ഷൻ ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി. കാരണം അവര് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, സ്റ്റേറ്റ് അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, ദേ കനോട്ട് പ്രൊട്ടക്ട് ദംസെൽവ്സ്. ഇത് ഇവിടെ ഇത്രയേ ഉള്ളൂ സോഷ്യൽ ജസ്റ്റിസ് ഇത്ര പറയാനുള്ളൂ. കാരണം ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഡൂയിങ് അവേ പ്രിവെയിലിംഗ് ഈവിൾസ് ഇൻ ദ സൊസൈറ്റി, അതായത് സമൂഹത്തിൽ ഓൾറെഡി നേരിടുന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഈവിൾസ്, ഇതിനെല്ലാം നമ്മൾ ലൈക്ക് വി ഷുഡ് ഗെറ്റ് റിഡ് ഓഫ് ദം. ആസ് വി ഹാഡ് അൺടച്ചബിലിറ്റി, വി ഹാഡ് സതി സിസ്റ്റം, വി ഹാഡ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഡൗറി സിസ്റ്റം, ഇങ്ങനത്തെ ഒരുപാട് സോഷ്യൽ ഈവിൾസ് ഉണ്ട് സൊസൈറ്റിയിലുണ്ട്. അപ്പോ society or the state or the people should get away or they should do away the prevailing evils in the society. ഇതും സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ഭാഗമാണ്. പിന്നെയുള്ളത് ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ലൈക്ക് although we give importance to the personal sphere of individual, അല്ലെങ്കിൽ ലൈക്ക് ഇൻഡിവിജ്വലിന് അവരുടെ സ്പേസ് നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും if there is a conflict between social and individual interest, then the social interest would prevail. നമുക്കറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ദ റൈറ്റ്സ് ആർ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അതായത് സ്റ്റേറ്റിലെ രാജ്യത്തിലെ ഇൻഡിവിജ്വൽസിന് എൻജോയ് ചെയ്യാനുള്ള റൈറ്റുകളാണ് ഭൂരിഭാഗം ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ഭാഗം ഭൂരിഭാഗം ഇൻഡിവിജ്വലിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, പക്ഷെ നമ്മളെ ഈ സൊസൈറ്റിയുടെ ഒരു വൈഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് പരിഗണിക്കുന്നത് അതിനുശേഷം വരുന്ന ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് ആ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മുടെ സ്റ്റേറ്റിന് ഫങ്ഷൻ ചെയ്യാനുള്ള ഗൈഡൻസ് ആണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് അവിടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രെയിമേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യമായിട്ടും സൊസൈറ്റിയുടെ ഒരു വൈഡർ ഇൻട്രസ്റ്റിനെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോ if there is a conflict between this fundamental rights and directive principles of social policy, then DPSP will prevail. അതായത് if there is a conflict between the interest of individual and the society in general, then the social interest would prevail over the individual interest. ഇത്രയാണ് ഈ ഒരു ജസ്റ്റിസിന്റെ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഈ സോഷ്യൽ ഇക്വാലിറ്റിയുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായി ചുമ്മാ നിയമങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ചിലപ്പോൾ റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ ജനങ്ങൾക്കിടയിൽ we should give education to the people about the social injustices which are prevailing in the society or the evil practices. Then only we can bring about social justice. അതല്ലാതെ നിയമങ്ങളോട് ഇപ്പൊ ലീഗൽ സ്കൂൾ ഓഫ് തോട്ട് പറയുന്ന ലീഗൽ സ്കൂൾ ഓഫ് ജസ്റ്റിസ് പറയുന്ന പോലെ നിയമം കൊണ്ട് മാത്രം നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ പറ്റില്ല. സാമൂഹികമായിട്ടുള്ള പുരോഗമനമായിട്ടുള്ള ചിന്താധാര നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം, സോഷ്യൽ റിഫോംസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ലൈക്ക് നമ്മളിപ്പോ എവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഉള്ള ഒരു അവസ്ഥയെ നമ്മൾ എത്തിപ്പെട്ടത് ഒരുപാട് സോഷ്യൽ റിഫോംസിന്റെയും സോഷ്യൽ മൂവ്മെന്റ്സിന്റെയും സ്ട്രഗിൾസിന്റെയും എല്ലാം ഭാഗമായിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാകാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പോഴും ഒരുപാട് ആളുകൾ, ഒരുപാട് സെക്ഷൻസ് ഇപ്പോഴും അവര് they are underprivileged or they are discriminated in society. So we have got a lot of things to do or a lot to go. പിന്നെയുള്ളത് നമ്മുടെ അവസാനത്തുമായിട്ടുള്ള ടൈപ്പ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എക്കണോമിക് ജസ്റ്റിസ് ആണ്. എക്കണോമിക് ജസ്റ്റിസ് പറയുന്നത് കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ the state should provide basic needs to everyone, for every people of the country.
അതുപോലെ wealth should not be concentrated in the hands of few people, but instead the benefits of the economy should be shared among all members of the country. ഇതാണ് എക്കണോമിക് ജസ്റ്റിസിൽ പറയുന്നത്. കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും അവരുടെ ബേസിക് നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ തുടങ്ങിയ ബേസിക് നീഡ്സ് സ്റ്റേറ്റ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം എക്കണോമിക് ജസ്റ്റിസ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെയുള്ളത് നമുക്കറിയാം, ഇപ്പൊ നമ്മളിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ ആൾമോസ്റ്റ് എല്ലാ ക്യാപിറ്റലിസ്റ്റ് കൺട്രികളിലും, അത് ഇപ്പൊ നമ്മുടെ രാജ്യത്തും നമുക്ക് കാണാൻ പറ്റും. രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് രാജ്യത്തിലെ ഒരു കുറച്ച് വളരെയധികം മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗത്തിന്റെ കയ്യിലാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ രാജ്യം നമ്മുടെ എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ GDP എടുക്കുവാണെങ്കിൽ, നമ്മൾ എക്കണോമിക് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് അറിയാം, ഈ GDP വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ വളരെയധികം എന്താ പറയാ, വി ആർ എക്കണോമിക്കലി വെരി മച്ച് സ്ട്രോങ്. പക്ഷെ ഈ GDP ആരുടെ കയ്യിലാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം വളരെ ഒരു ചുരുങ്ങിയ വിഭാഗത്തിന്റെ കയ്യിലാണ് GDP ഉള്ളത്. അങ്ങനെ പാടില്ല. മണി or wealth should not be concentrated in the hands of few, but it should not be divided, but the benefits of the economy should be given to every section of the society, not for the few. And without Akshara അപ്പം എക്കണോമിക് ജസ്റ്റിസ് ഇല്ല, we cannot say there is social justice or political justice. So that's all about economic justice. അപ്പൊ നമുക്ക് നിർത്താം. ഇന്ന് നമ്മൾ ഇനി ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ചെറിയൊരു ഭാഗം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എക്കണോമിക് പാർട്ട് ഓഫ് തിയറീസ് ഓഫ് ജസ്റ്റിസ്, അതായത് ഈ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ട്സിന് എന്താണ് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ്, എന്നാലും അതൊന്നും ചെറുതായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ലിബറൽ വ്യൂ എന്താണ്, മാർക്സിസ്റ്റ് വ്യൂ എന്താണ്, തുടങ്ങിയ 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾമോസ്റ്റ് 12 മണിയായി. പിന്നെ നമ്മളപ്പോ ഇന്ന് ജസ്റ്റിസിന്റെ മീനിങ് പറഞ്ഞു, അതുപോലെ സ്കോപ്പ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ജസ്റ്റിസ്, then why is it important, then the 4 types of justice നമ്മൾ ഡിസ്കസ് ചെയ്തു. That's all for today. പിന്നെ ഇനി ആരെങ്കിലും അറ്റൻഡൻസ് പറയാനുണ്ടോ? ഇപ്പൊ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത അവരുടെ നമ്പർ പറയുകയാണെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല, കാരണം മൂഡിൽ വഴി അല്ലാത്തതുകൊണ്ട്. ലേറ്റ് ആയിട്ട് വന്ന ആളുകള് ആരൊക്കെ? ഇപ്പൊ ഈ അക്ഷരയുടെ നമ്പർ എത്രയാ? 86. പിന്നെ ഒരാൾ കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അനിലിന്റെ നമ്പർ എത്രയാണ്? അനിൽ 290. 290 മോറൽ മാർക്ക്. വേറെ ഇനിയിപ്പോ ക്ലാസ് ഓൺലൈനിൽ ആരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തല്ലോ? ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ഭാഗത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാം? ജസ്റ്റിസിലോ സിയാബാബു 333 സിയാബാബു അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ടൈപ്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റിസ് മാത്രമല്ല, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ഏതെങ്കിലും. 300 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് അറ്റൻഡൻസ് വിളിക്കാം. അതായത് 283, 284, 289, 299, 304, 319, 328, 331, 338 and 340. ഇത്രയും ആളുകളാണ് ഇന്ന് ആബ്സെന്റ് ആയിട്ടുള്ളത്. അപ്പൊ എന്നാ ശരി, താങ്ക് യു, ബൈ.